എല്ലാവർക്കും സ്വാഗതം. ഇത്രയും ചേമ്പേ ഞാൻ എടുത്തു. എന്നിട്ട് അതിനെ എന്ത് ചെയ്തു, ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് പുഴുങ്ങി. അധികം വെന്ത് പോകരുത്. എന്നിട്ട് നമുക്ക് അത് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞെന്ന് വെച്ച് തൊണ്ട് പൊടിച്ച് എടുക്കാൻ വേഗം കഴിയും. അങ്ങനെ എടുത്തിരിക്കുക. ഞാൻ ഇന്ന് ചേമ്പും കൊണ്ടൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 തക്കാളി വേണം. വലിയതാണെങ്കിൽ ഒരു 4 തക്കാളി. അതിനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നടിച്ചെടുക്കണം. വെള്ളം വേണ്ട കേട്ടോ, വെള്ളം തൊടുക പോലും വേണ്ട. 5-6 സവാളയും ചെറുതായിട്ട് അരിയണം. ഇച്ചിരി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിയണം. ഇഞ്ചിയും ചെറുതായിട്ട് അരിയണം. പിന്നെ കറിവേപ്പില. അതെല്ലാം കൂടി എടുത്തിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ജീരകവും കടുകും കൂടി ഇട്ട് മൂപ്പിച്ചു. നമ്മൾ ആ മസാല എല്ലാം കൂടി ഇട്ട് ഞാൻ പുരട്ടി കാണിച്ചല്ലോ. അത് കഴിഞ്ഞാൽ വെന്ത ചേമ്പിനെ എടുത്തിട്ട് ഒരു തുള്ളി വെള്ളം പോലും തൊടല് കണ്ടോ. ഇങ്ങനെ മറിച്ച് ഇളക്കിയപ്പോൾ കണ്ടോ, എല്ലാ മസാലയും കൂടെ നല്ല സൂപ്പറായി കണ്ടോ. അന്നേരം ഇനി അധികം വേവിക്കണ്ട കേട്ടോ. ഓൾറെഡി നമ്മൾ മസാലയും ആക്കി, പിന്നെ ചേമ്പ് വെന്തതുമാണ്. ഇതൊന്നും മറിച്ചിട്ട് എല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ മാത്രം മതി ആയി കേട്ടോ. ഇത് ഒരു പാത്രത്തിലോട്ട് എടുത്ത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണമെന്ന് ഞാൻ പറയുന്നു, അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെയാവും. ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിലയേറിയ അഭിപ്രായം രാധാസ് കിച്ചൺ എൻ്റെ കിച്ചണിലേക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മളുടെ കറി റെഡിയായിരിക്കുന്നു കണ്ടോ.